നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കടയിൽ നിന്ന് പാവം ഭാര്യ രക്ഷപ്പെട്ട് ഒടുവിൽ സ്നേഹത്തിൻ്റെ കടയിൽ പഞ്ചാര വാങ്ങാനെത്തി. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയോ? ആദ്യം കോൺഗ്രസ്സുകാർ ആ ഭാര്യരെ അയച്ചത് സാക്ഷാൽ പാണക്കാട്ടേക്ക്. പാണക്കാട് കുടുംബവുമായി തനിക്കുള്ളത് പൂക്കൾക്കൊടി ബന്ധമാണ് എന്നൊക്കെ സന്ദീപ് വാര്യർ തട്ടിവിട്ടു. പിന്നാലെ പാണക്കാട് കുടുംബത്തിൻ്റെ മഹത്വം കേട്ട് കേരളം പോലും തലയിൽ കൈവച്ചു. ഇമ്മാതിരി ബഹുമാനമുള്ള സന്ദീപ് വാര്യർ എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ വിളിച്ചു പറഞ്ഞത്? സന്ദീപ് വാര്യരുടെ വരവിൽ ആദ്യം ആവേശത്തള്ളിലായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ സൂക്ഷ്മതയോടെയാണ് നീങ്ങുന്നത്. സന്ദീപ് വാര്യരുടെ വരവ് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ? പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ തലങ്ങളിൽ അത് പ്രതിഫലിക്കും? ഇനിയുള്ള കാലം എങ്ങനെയാവും സന്ദീപ് വാര്യർ കോൺഗ്രസിനുള്ളിൽ അങ്ങ് നിൽക്കുന്നത്? സ്നേഹത്തിൻ്റെ കടയിൽ നിന്ന് വീണ്ടും വെറുപ്പിൻ്റെ കടയിലേക്ക് വാര്യർ പോകുമോ? ഇത്തരം സംശയങ്ങൾ ശക്തമാകുമ്പോൾ ഇന്നലെ ചാനൽ ചർച്ചയിൽ ഉയർന്നു കേട്ട ശ്രീജിത്ത് പണിക്കരുടെ ചില നിരീക്ഷണങ്ങൾ അവയേറെ ശ്രദ്ധേയമാണ്. ചാനൽ ചർച്ചയിൽ ബി ഗോപാലകൃഷ്ണൻ സന്ദീപ് വാര്യരെ കുറിച്ച് പറഞ്ഞു, അയാളെ ഞാൻ വ്യക്തിപരമായി ആക്രമിക്കുന്നില്ല. അത് കേട്ട ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു, അതാണ് നല്ലത്. ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് സ്വാഗതാർഹമാണ്. ആരൊക്കെ ഏതൊക്കെ പാർട്ടിയിൽ എത്ര കാലമുണ്ടാകുമെന്ന് പറയാൻ വയ്യല്ലോ. അതുകൊണ്ട് ആരെയും വ്യക്തിപരമായി ആക്രമിക്കുന്ന ശൈലി നല്ലതല്ല എന്ന് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു. മുമ്പൊരിക്കൽ കെ സുരേന്ദ്രനും ശ്രീജിത്ത് പണിക്കരും തമ്മിൽ ഒരു ശണ്ട കൂടിയത് ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട്. അന്ന് പണിക്കരെ കള്ളപ്പണിക്കരെന്ന് വിളിച്ചാണ് സാക്ഷാൽ കെ സുരേന്ദ്രൻ അപമാനിച്ചു വിട്ടത്. അന്ന് മുതൽ ശ്രീജിത്ത് പണിക്കരുടെ ഉള്ളിൽ ഒരു കലിയുണ്ട് കെ സുരേന്ദ്രനോട്. ആക്രി നിരീക്ഷകനെന്നും കള്ളപ്പണിക്കരെന്നും വിളിച്ച് അന്ന് സുരേന്ദ്രൻ ശ്രീജിത്ത് പണിക്കരെ എടുത്തിട്ടലക്കിയിരുന്നു. തിരിച്ചലക്കല്ല, ഏറിലിട്ട് അമ്മാനമാടുകയായിരുന്നു ശ്രീജിത്ത് പണിക്കർ ചെയ്തത്. എന്തിനാണ് ഈ ശ്രീജിത്ത് പണിക്കരെയും സന്ദീപ് വാര്യരെയും പോലുള്ളവരെ സുരേന്ദ്രൻ വെറുപ്പിക്കുന്നത്? ആ വെറുപ്പിക്കൽ ഒരു പരിധിക്കപ്പുറം പാർട്ടിക്ക് തന്നെയല്ലേ ദോഷം ചെയ്യുന്നത്? അതിൻ്റെ പ്രതിഫലനമാണ് കൃത്യമായി ഇപ്പോൾ സന്ദീപ് വാര്യരുടെ ഈ ഇറങ്ങിപ്പോക്ക്. അന്ന് സുരേന്ദ്രൻ്റെ കള്ളപ്പണിക്കർ പ്രയോഗത്തിൽ പ്രകോപിതനായ ശ്രീജിത്ത് പണിക്കർ രൂക്ഷമായ ഭാഷയിൽ ഒരു മറുപടി കൊടുത്തു. ഗണപതി വട്ടജി എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഉള്ളി പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റും. അതെ, നിങ്ങൾക്കെന്നോട് കലിപ്പുണ്ടാകും. മകൻ്റെ കള്ളനിയമനം, തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം, തുപ്പൽ വിവാദം, സ്ഥലപ്പേര് വിവാദം, ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും, സ്വാഭാവികം. സ്വന്തം അധ്വാനത്തിൻ്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മൂഞ്ച് കളിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അന്ന് ശ്രീജിത്ത് പണിക്കർ കെ സുരേന്ദ്രന് കട്ടയ്ക്ക് കൊടുത്തിരുന്നു. പിന്നീട് ഇരുവരും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല. ശത്രുക്കളെ ഉണ്ടാക്കി വെക്കുന്നതിൽ കെ സുരേന്ദ്രൻ ഒരു ഒന്നാം തരം പ്ലെയറാണ്. എന്നാൽ ശത്രുക്കളെ മെരുക്കുന്ന മെയ്വഴക്കമൊന്നും അദ്ദേഹത്തിനില്ല. രാഷ്ട്രീയത്തിൽ അതുകൂടി ഒന്ന് പരിശീലിക്കേണ്ടതുണ്ട് സാക്ഷാൽ കെ സുരേന്ദ്രൻ. ഇന്നലെ ശ്രീജിത്ത് പണിക്കർ വീണ്ടും കെ സുരേന്ദ്രനെ ഒന്ന് ചൊറിഞ്ഞു. സുരേന്ദ്രനെ സന്ദീപ് വാര്യരുടെ ഇറങ്ങിപ്പോക്ക് സ്വാഭാവികമായി ഉലച്ചിട്ടുണ്ടെന്നാണ് ശ്രീജിത്ത് പണിക്കർ ചാനൽ ചർച്ചയിൽ പറഞ്ഞത്. സംഗതി തെളിയിക്കുന്നതാണ് കെ സുരേന്ദ്രന്റെ ചില പ്രസ്താവനകൾ. മഹാഭാരത യുദ്ധത്തിൽ ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് കൗരവപ്പട യുദ്ധം നയിച്ചതെന്നാണ് കെ സുരേന്ദ്രൻ ഇന്നലെ പ്രസ്താവന നടത്തിയത്. അതിനെ പരിഹസിച്ചുകൊണ്ടാണ് ശ്രീജിത്ത് പണിക്കർ അങ്ങ് എടുത്തിട്ടലക്കിയത്. മഹാഭാരതത്തിൽ ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം നയിച്ചത് കൗരവരല്ല പാണ്ഡവരാണ് എന്ന് ആരെങ്കിലും ഒന്ന് ആ കെ സുരേന്ദ്രനോടൊന്ന് പറഞ്ഞു കൊടുക്കൂ എന്ന് ശ്രീജിത്ത് പണിക്കർ പറയുന്നു. സന്ദീപ് വാര്യരുടെ കൊഴിഞ്ഞുപോക്കിനെക്കുറിച്ച് കൃത്യമായ വിശകലനമാണ് ഇന്നലെ ശ്രീജിത്ത് പണിക്കർ നടത്തിയത്. ഈ വിഷയത്തെ രണ്ട് തലത്തിലാണ് ഞാൻ നോക്കിക്കാണുന്നതെന്ന് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു. ഒന്ന്, സന്ദീപ് വാര്യർ പാർട്ടിയോട് അനീതി ചെയ്തോ? രണ്ട്, പാർട്ടി സന്ദീപ് വാര്യരോട് അനീതി ചെയ്തോ? ഈ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അനീതി ചെയ്തു എന്ന് ശ്രീജിത്ത് പണിക്കർ തുറന്നടിച്ചു. അതിൻ്റെ വിശദീകരണവും ഉദാഹരണവുമൊക്കെ അദ്ദേഹം തന്നെ നിരത്തി. പാലക്കാട് ജനത സന്ദീപ് വാര്യരുടെ നയപരിപാടികളോടും ആശയങ്ങളോടും എങ്ങനെ സമീപിക്കും എന്ന ചോദ്യവും പ്രസക്തമാണെന്ന് ശ്രീജിത്ത് പണിക്കർ പറയുന്നു. ഇവിടെ വാര്യർക്കും ചില തെറ്റുപറ്റി. ഇപ്പോൾ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കടയെന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് BJPയിൽ നിന്ന് നേരെ സന്ദീപ് വാര്യർ ഇറങ്ങിപ്പോയത്. തൻ്റെ വ്യക്തിപരമായ നിലപാടല്ല, മറ്റു വ്യക്തികളുടെ നിലപാടാണോ സന്ദീപ് വാര്യർ ജീവിതത്തിൽ പേറിയത് എന്ന ചോദ്യം ശ്രീജിത്ത് പണിക്കർ ഉയർത്തുന്നു. തൻ്റെ വ്യക്തിപരമായ നിലപാടിന് വിരുദ്ധമായി വർഗീയമായ ഒരു നിലപാട് സ്വീകരിക്കാൻ അദ്ദേഹം നിർബന്ധിതനായി എന്ന് സന്ദീപ് വാര്യർ വിശദീകരിക്കുന്നു. അത് പൂർണ്ണമായും തെറ്റാണ്. ഇന്നലെ വരെ മോദിയെ അടക്കം വാഴ്ത്തിപ്പറഞ്ഞവൻ ഇന്ന് ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വക്താവെന്നാണ് മോദിയെപ്പോലും പറയുന്നത്.
അതുകൊണ്ട് തന്നെ പാലക്കാട് BJP അണികളും അനുഭാവികളുമൊന്നും ഇക്കാര്യത്തിൽ സന്ദീപിനൊപ്പം നിൽക്കില്ല എന്ന് ശ്രീജിത്ത് പണിക്കർ തീർത്തു പറഞ്ഞു. കലാൽ വിഷയമടക്കം പല നിലപാടുകളെടുത്തിരുന്നു സന്ദീപ് വാര്യർ. കലാൽ വിഷയം മാത്രമല്ല, മറ്റ് നിരവധി വിഷയങ്ങളും നിലപാടുകളുമൊക്കെ സന്ദീപ് വാര്യർക്കുണ്ടായിരുന്നു എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തി കൊടുത്തു ശ്രീജിത്ത് പണിക്കർ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആശയങ്ങൾ രൂപീകരിക്കുന്നത് വ്യക്തിപരമല്ലേ? അതല്ലാതെ മറ്റാരുടെയെങ്കിലും പ്രേരണ കൊണ്ടാണോ നിങ്ങൾ ആശയങ്ങൾ രൂപീകരിക്കുന്നത്? ഈ ചോദ്യമാണ് ഇന്നലെ ശ്രീജിത്ത് പണിക്കർ ഉയർത്തിയത്. സമാനമായ ചില ചോദ്യങ്ങൾ BJP നേതാക്കളോടുമുണ്ടാകും എന്ന് ശ്രീജിത്ത് പണിക്കർ ഓർമ്മപ്പെടുത്തി. സന്ദീപ് വാര്യർ തന്റെ വ്യക്തിപരമായ ചില ദുഃഖങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിച്ചിരുന്നു. അമ്മ മരിച്ച സമയത്തെക്കുറിച്ചും അമ്മ മരിച്ചു കിടന്നപ്പോൾ ആരും തന്നെ അന്വേഷിക്കാൻ എത്താതിരുന്നതിനെക്കുറിച്ചുമൊക്കെ വികാരവായ്പോടെ സന്ദീപ് വാര്യർ വിശദീകരിച്ചു. പാർട്ടി നേതാക്കൾക്കും അണികൾക്കുമൊക്കെ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക പാർട്ടിയുടെ നേതാക്കളുടെ ഉത്തരവാദിത്തമാണ്. ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച പറ്റി. പാലക്കാട് ജില്ലാ നേതൃത്വത്തിനും വീഴ്ച പറ്റി. അദ്ദേഹത്തിന് അത്തരമൊരു വേദനയുണ്ടായി എന്ന് മനസ്സിലാക്കുമ്പോഴെങ്കിലും നിങ്ങൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കേണ്ടതല്ലേ? പാലക്കാട് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ചെന്നപ്പോൾ വേദിയിൽ സീറ്റ് കിട്ടാത്തതിനെ ചൊല്ലി അദ്ദേഹത്തിനുണ്ടായ വിഷമം പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വവും പാർട്ടിക്കുണ്ടായിരുന്നു. ഞാൻ സാധാരണ കെ സുരേന്ദ്രനെ കാണുന്നത് പത്രസമ്മേളനങ്ങളിൽ മാത്രമാണ് എന്ന് ശ്രീജിത്ത് പണിക്കർ പരിഹസിച്ചു. ഈ പത്രസമ്മേളനം കഴിഞ്ഞെങ്കിലും സുരേന്ദ്രന് സന്ദീപ് വാര്യരെ ഒന്ന് കണ്ട് ആശ്വസിപ്പിക്കാമായിരുന്നല്ലോ. ശ്രദ്ധേയമാണ് ശ്രീജിത്ത് പണിക്കരുടെ ഈ നിരീക്ഷണങ്ങൾ. പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട വക്താവ് തന്നെയായിരുന്നു സന്ദീപ് വാര്യർ. അത് അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്നവർക്കൊക്കെ അറിയാം. ചാമക്കാലയ്ക്ക് പോലും അക്കാര്യത്തിൽ എതിരഭിപ്രായമുണ്ടാകാനിടയില്ല. അങ്ങനെയുള്ള ഒരാളെ ചീളുകേസ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാന അധ്യക്ഷൻ മാധ്യമസമ്മേളനത്തിൽ പരാമർശിച്ചത്. അയാൾ ഇറങ്ങിപ്പോയാൽ 4 ദിവസത്തെ വാർത്താ പ്രാധാന്യം മാത്രമേ ഉണ്ടാകൂ എന്നും പരിഹസിച്ചു. പോയാൽ എവിടെ വരെ പോകാനാണ് എന്ന മറ്റൊരു ചോദ്യം. ഇത്തരം പരിഹാസങ്ങൾ നിലവിലുള്ള BJP നേതാക്കൾക്കും കൃത്യമായ ആശയമാണ് നൽകുന്നത് എന്ന് ശ്രീജിത്ത് പണിക്കർ ഓർമ്മപ്പെടുത്തി. അതും ഗോപാലകൃഷ്ണന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട്. പാലക്കാട് ഇപ്പോൾ എല്ലാ കൂട്ടരും പയറ്റുന്നത് തികഞ്ഞ രാഷ്ട്രീയം തന്നെയാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം വേറിട്ട വിശകലനമാണ് ശ്രീജിത്ത് പണിക്കരിൽ നിന്ന് നമ്മൾ കേട്ടത്. ഇന്ന് രൂക്ഷമായ ആക്രമണങ്ങളുമായി കെ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് രംഗം കൊഴുപ്പിച്ചു. തെരഞ്ഞെടുപ്പ് തോൽക്കുമെന്നായപ്പോൾ വർഗീയ ശക്തികളെ കോൺഗ്രസ് കൂട്ടുപിടിക്കുന്നുവെന്നാണ് കെ സുരേന്ദ്രൻ പരിഹസിച്ചത്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ കണ്ടതിനെക്കുറിച്ച് VD സതീശന് ഒരു മറുപടിയുമില്ല. കോൺഗ്രസിന്റെ ഓഫീസ് നിറയെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണെന്നും കെ സുരേന്ദ്രൻ പരിഹസിച്ചു. സ്ഥാനാർത്ഥിക്കും പ്രതിപക്ഷ നേതാവിനും ഒപ്പമുള്ളത് PFI നേതാവ്. വഖഫ് ബോർഡ് അധിനിവേശം വ്യാപിപ്പിക്കുന്നു. VD സതീശൻ ചെയ്യുന്നത് രാജ്യദ്രോഹമാണ്. 4 വോട്ടിനു വേണ്ടി രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവരെ ഒപ്പം നിർത്തുന്നു. കെ മുരളീധരൻ പറഞ്ഞത് സത്യമാണ്. ഷാഫി പറമ്പിൽ വന്നതോടെ കോൺഗ്രസ് ഉപജാപക സംഘത്തിന്റെ കയ്യിലായി. അതുകൊണ്ട് തന്നെ വാര്യരെ ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിലെത്തിച്ചതിന് പിന്നിൽ ഷാഫി പറമ്പിൽ ടീമാണെന്നും അവരാണ് സന്ദീപ് വാര്യരെ പാണക്കാട്ടേക്ക് എത്തിച്ചത് എന്നും സുരേന്ദ്രൻ പക്ഷം വലിയ പ്രസ്താവനകളും പ്രചരണങ്ങളുമായി കളം നിറയ്ക്കുന്നു. സന്ദീപ് വാര്യർ പാണക്കാട്ടേക്ക് പുറപ്പെടുന്നു എന്ന വാർത്ത കണ്ടു. ഒറ്റപ്പാലത്തെ തെരഞ്ഞെടുപ്പാണ് ഓർമ്മ വന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിഹസിച്ചു. പാലക്കാട് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സരിനു വേണ്ടി പ്രചരണത്തിനെത്തിയപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പരിഹാസം. എന്തായാലും പാണക്കാട് ഷോ ശത്രുക്കൾ ആഘോഷിക്കുന്നുണ്ട്. പാണക്കാടുള്ള ലീഗ് അണികളും മതന്യൂനപക്ഷ ആളുകളും ഇന്നലെ വരെ ഇദ്ദേഹം സ്വീകരിച്ച നിലപാട് അറിയാവുന്നവരാണ്. പാണക്കാട് പോയി സംസാരിച്ചത് അത് തീർക്കാൻ വേണ്ടിയാണ്. കോൺഗ്രസ് ചെയ്യുന്ന നിലപാട് എതിർക്കാൻ ലീഗിന് കഴിയുന്നില്ല. സന്ദീപ് എന്തായിരുന്നു എന്ന് ലീഗ് അണികൾക്കൊക്കെ അറിയാമല്ലോ എന്ന് പിണറായി പരിഹസിക്കുന്നു. രാഷ്ട്രീയ ശത്രുക്കൾക്ക് കൃത്യമായ ആയുധം നൽകി തന്നെയാണ് ഇന്ന് സന്ദീപ് വാര്യരുടെ തുടക്കം. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ ചേർത്തുപിടിക്കുന്ന നമ്പറുകൾ അത്ര കണ്ട് കേരളത്തിൽ ഏശാനിടയില്ല. കോൺഗ്രസും ഇപ്പോൾ തികഞ്ഞ ജാഗ്രതയിലാണ്. BJP ക്യാമ്പിൽ അസ്വസ്ഥതകൾ പടരുന്നുണ്ട് എന്ന് വ്യക്തമാണ്, പ്രത്യേകിച്ച് സന്ദീപ് വാര്യരുടെ ഈ ഇറങ്ങിപ്പോക്കിൽ. എന്നാൽ അതിലപ്പുറം കൂടുതൽ വികൃതികൾ കാട്ടി സന്ദീപ് വാര്യർ പരിഹാസ്യനാകരുത് എന്ന് സന്ദീപ് വാര്യരെ സ്നേഹിക്കുന്നവർ സമൂഹ മാധ്യമങ്ങളിലൂടെ ആഹ്വാനം ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.